ബ്രഷ് അടുക്കള വരെ വരുവുള്ളൂ നിനക്ക്? എത്ര പറഞ്ഞാലും കേൾക്കൂല. അതാ ടോയ്ലറ്റിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ എന്താ കുഴപ്പം? പണിയൊന്നും ഒരിക്കലും തീരെ ഇല്ല. നീ ആ ബ്രഷും പറക്കിക്കൊണ്ട് നടക്കണം. എന്താ അതൊരു വിഷണ്ണത? വിഷാദം. നീ ആദ്യം എന്താ പറഞ്ഞ? വിഷണ്ണത കേട്ടിട്ടില്ലേ? പുതിയ വാക്കുകളൊക്കെ മലയാളത്തിൽ തൊഴിലുറപ്പ് അങ്ങനെ കുറെ ഗുണമുണ്ടായില്ലേ? ഒരിക്കലും തളർന്നോട്ട് എനിക്ക് വിഷമാ. എടീ, ഒരു ഗൃഹനാഥനാകുമ്പോ എങ്ങനെ കുടുംബ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതിനെ കുറിച്ച് ആലോചിച്ചല്ലേ പറ്റൂ. അയ്യോ, അതാലോചിക്കാണ്. ആരെ കുപ്പിയിലിറക്കാന്നായിരിക്കും. നിന്റെ തന്ത ഹവീൽദാര. അങ്ങനെ ഇനി കുപ്പിയിലിറക്കാൻ പറ്റൂല. പുള്ളി നേരത്തെ ഇതൊക്കെ കണ്ടിട്ട് അങ്ങ് മരിച്ചുപോയി. നന്നായി. അത് നിന്റെയൊക്കെ തല കണ്ടപ്പോഴേ എങ്ങനെ പോയല്ലോ. നിങ്ങൾ ആ ചായ എടുത്ത് കുടിക്കാൻ നോക്കൂ. എന്റെ ചായ ഞാൻ എപ്പോ കുടിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നാ കുടിക്കണ്ട. ഇത് സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യമാണ്. ഒരാളിന് ചായ എപ്പോ കുടിക്കണമെന്നുള്ളതൊക്കെ അവനവന് അവകാശമുണ്ട്. എപ്പോ വേണം. എനിക്ക് അറിയില്ലായിരുന്നു. പച്ചവെള്ളം പോലെയായി സാധനം. പച്ചവെള്ളം കൊണ്ട് വെച്ചിട്ട് കുടിക്കാൻ പറഞ്ഞ. അയ്യോ, ചൂടാക്കി കൊണ്ടുവന്നാ പറയാം അണ്ണാക്ക് പൊള്ളി തൊണ്ട പൊള്ളി എന്ന് പറയും. അതെ, എല്ലാത്തിനും ഒരു അളവുണ്ട്. അത് മനസ്സിലാക്കി പെണ്ണുങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കണം. അല്ലാതെ ഇങ്ങനെ ചൂടായിക്കൊണ്ട് നീ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ നല്ല അളവിന് പാകത്തിനാ ചൂടാക്കി തന്നത്. ദേഷ്യം വന്നിട്ടോ ക്ലീറ്റോ എനിക്ക്. കോമള എന്താ മരിച്ചോ? എപ്പോ? അയ്യോ, ഇന്നലെ രാത്രിയും കൂടി എന്നെ കൈയൊക്കെ എടുത്ത് കാണിച്ചിട്ട് പോയതേ ഉള്ളൂ. കുഴപ്പമില്ല. നമുക്ക് റീത്ത് വെക്കണം. അതിനുള്ള ഏർപ്പാടുണ്ടാക്കണം. പിന്നെ ഇലക്ഷൻ വരൂലേ? ഉണ്ടടാ. അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ നോക്ക്. വീട്ടിലോട്ട് വാ. ഓക്കെടാ. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ വാർഡ് മെമ്പർ മോനമ്പിള്ള. അയ്യോ, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല. ഇന്നലെ രാത്രിയും കൂടി എന്നെ കണ്ട് കൈയാണിച്ച് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് പോയതല്ലേ. അറ്റാക്ക്. ദൈവമേ, പാവം മനുഷ്യൻ, കഷ്ടായി പോയി. നന്നായി. എന്താ ക്ലീറ്റോ ഒരാള് മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് സന്തോഷിക്കണത്? എടീ, മരിച്ചതിന് ദുഃഖസൂചകമായി നമ്മൾ റീത്ത് വെക്കുമല്ലോ. ഞാൻ അതല്ല പറഞ്ഞത്. ഇപ്പുറ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്കിന് കാര്യങ്ങളൊക്കെ നന്നായി. ഇലക്ഷൻ വരുവേ, നമ്മൾ പൊളിക്കും. എന്തിനിപ്പോ ഇലക്ഷൻ വന്നെ? എന്തിനാന്ന്? എടി മന്തു, അയാളിപ്പോ നമ്മുടെ വാർഡിലെ മെമ്പർ അല്ലേ? ഭരണം ഇനിയും കിടക്കല്ലേ 2-3 വർഷം കൂടെ. അപ്പൊ പിന്നെ ഇയാൾ മരിച്ചു കഴിയുമ്പോൾ പുതിയ മെമ്പർ വരണ്ടേ അവിടെ? അപ്പൊ ഇലക്ഷൻ നടത്തും. അത് ശരിയാണ്, ഇലക്ഷൻ നടക്കുമായിരിക്കും. പക്ഷെ ഈ 4-3-7 ആൾക്കാരുടെ പാർട്ടിക്ക് നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് പ്രയോജനം? ഞങ്ങൾ 4-3-7 മതിയടി. അതെ, ഞങ്ങൾ ഇപ്രാവശ്യം ഒരു പൊളിക്കും. എന്റെ ക്ലീറ്റോ, ഒരു കുടുംബ യൂണിറ്റിൽ മത്സരം നടത്തിയ നിങ്ങൾ ജയിക്കൂല. നിങ്ങളാണ് ഇനി. നീ എന്ത് കണ്ടിട്ടാണ് ചുമ്മാ ഈ ഇലക്ഷൻ എന്ന് പറയണതേ ഭയങ്കര ഒരു ബിസിനസ്സാണ്. അതായത് ഒരു പ്രാവശ്യത്തെ ഇലക്ഷൻ നടക്കുമ്പോൾ ഈ പ്രധാനമായിട്ട് മത്സരിക്കുന്ന 2 പാർട്ടി ഉണ്ടാവുമല്ലോ. അവരെ ഇപ്പൊ ഞങ്ങളെ പോലുള്ള ചെറിയ പാർട്ടികളുണ്ടല്ലോ. സമ്മതിച്ചല്ലോ, ചെറിയ പാർട്ടിയാന്ന് സമ്മതിച്ചല്ലോ. ചെറിയ പാർട്ടി എന്ന് പറഞ്ഞാൽ വളർന്നു വരുന്ന പാർട്ടിയാണ്. ഇപ്പൊ ഞങ്ങൾ എല്ലാരും ചെറുതിൽ നിന്ന് മുകളിലോട്ട് വളർന്നു വരണേ. അപ്പൊ ഞങ്ങളെപ്പോലുള്ള പാർട്ടിക്കാർക്ക് ഭയങ്കര ഗുണമാണ്. ഞങ്ങൾ എന്തായാലും ജയിക്കില്ല എന്നറിയാലോ. അപ്പൊ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി കഴിഞ്ഞാൽ ഈ ഞങ്ങളുടെ കുറച്ച് വോട്ടുണ്ടാവും. എന്തായാലും നമ്മളൊരു വോട്ടുണ്ടാവും. ആ വോട്ട് ഇവർക്ക് കിട്ടിയാൽ അവർക്ക് ഗുണമാണ്. ഇതിൽ ഏത് പാർട്ടിക്ക് കിട്ടിയാലും ഗുണമാണ്. അതെങ്ങനെ നിങ്ങളുടെ വോട്ട് അവർക്ക് കൊടുക്കണം? അതൊക്കെയാണ് ബുദ്ധി. എടീ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നമ്മളെ സ്വാധീനിക്കാൻ വരും. സ്വാധീനിച്ചിട്ട് നിങ്ങളെ വോട്ടുകളെല്ലാം നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കുറേ പൈസ തരും. നല്ലൊരു തുക ഇങ്ങോട്ട് വരും. ഇപ്പൊ അപ്പൊ ഒരു മാസത്തേക്കുള്ള കാര്യമൊക്കെ ഏതാണ്? കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ് ടൂറൊക്കെ പോയത് എങ്ങനെയാണെന്ന് നീ വിചാരിച്ച? അതൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയതല്ലേ. അപ്പൊ ഇപ്പം നമ്മള് നടരാജനെ പോലെ ഒരുത്തന്നെ നിർത്തണം. നടരാജനായിരിക്കും മിക്കവാറും. അവനെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ട് എന്താ ക്ലീറ്റോ പ്രയോജനം? വർത്താനം പറയാൻ കൂടി അതിനറിഞ്ഞൂടാ. പിന്നെ എന്നെ പോലുള്ളവനൊക്കെ നിന്നാ ജയിച്ചു പോകില്ലേ. അതുകൊണ്ട് നടരാജനെ പോലെ ഒരുത്തന്നെ നിർത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ജയിക്കില്ല. എന്നാൽ മറ്റവർക്ക് കുറേ വോട്ട് നഷ്ടപ്പെടും എന്നുള്ള പേടിയും ഉണ്ടാവും. അപ്പോൾ ഇവർ വരും, നമ്മളെ 2 പാർട്ടിയും വരും. ആരാണ് കൂടുതൽ തരണത് അവർക്ക് ഞങ്ങൾ ഈ വോട്ടെല്ലാം കൂടെ അങ്ങോട്ട് മറിയും. മറിക്കും. നീ നോക്കിക്കോ. ഇതൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ട്. ഇത് ചൂടാക്കിയില്ലേ? നീ ഇത് ചൂടാവണമെന്ന് കാണാൻ വേണ്ടിയല്ലേ ഞാൻ പറഞ്ഞു. ഇത്ര ചൂട്
പോരെ? മതി മതി മതി, നിന്റെ ചൂടിച്ചിട്ട് കുറച്ചോ. കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ. നിനക്കൊരു നല്ല കോളത്തിട്ടുണ്ട്, നിന്റെ നല്ല സമയം വരാൻ പോവുകയാണ്. അതൊക്കെ ഞാൻ പിന്നെ പറയാം. നേരെ ഇങ്ങോട്ട് പോര്, പെട്ടെന്ന് വീട്ടിലോട്ട്. ആ ഞാനിപ്പോൾ ആകെ ആശയക്കുഴപ്പത്തില്ല. ഇലക്ഷന് ആർക്കെങ്കിലും ഒരാൾക്കല്ലേ മത്സരിക്കാൻ പറ്റൂ. ഞാൻ മുതിർന്ന നേതാക്കളോട് നിങ്ങൾ രണ്ടുപേരുടെയും പേര് പറഞ്ഞു, അതിൽ ആരെങ്കിലും ഒരാളെ നടത്തണമെന്ന് പറഞ്ഞു. ഇതിനിപ്പം ആരാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ തമ്മിൽ തന്നെ ഒരു ധാരണയിലെത്തിയാൽ നല്ലതായിരിക്കും. പിന്നെ ആര് നിന്നാലും ലക്ഷങ്ങൾ ചെലവാക്കേണ്ടി വരും. ലക്ഷങ്ങളും ചെലവാക്കാൻ എൻ്റെ ഇല്ല, ലക്ഷങ്ങളും ചെലവാക്കാൻ കാശ് എൻ്റെ ഇല്ല. എനിക്ക് പൈസ ഒരു പ്രശ്നമല്ല, എനിക്ക് പ്രധാനമന്ത്രി ആയാൽ മതി. അപ്പൊ പൈസ നിനക്ക് പ്രശ്നമല്ലല്ലോ. പ്രശ്നമാണ്, എനിക്ക് പ്രധാനമന്ത്രിയാവും. പ്രധാനമന്ത്രി നിന്നെ ആക്കാം. ഈ പ്രധാനമന്ത്രി ആകാനുള്ള ഒരു ഹരിശ്രീ കുടിക്കൽ അല്ലെങ്കിൽ ഒരു ചവിട്ടുപടിയാണ് നമ്മുടെ ഈ ഇലക്ഷൻ, കേട്ടോ. പിന്നെ മുതിർന്ന നേതാക്കളൊക്കെ ഞാൻ കാല് പിടിച്ചിട്ടാണ് നിങ്ങളിൽ ആരെങ്കിലും ഒരാളെ വെക്കാന്ന് പറഞ്ഞ. അപ്പൊ എന്തായാലും ഇനി മുതൽ നമ്മൾ അങ്ങോട്ട് ഉണർന്ന് പ്രവർത്തിക്കണം. ഈ ഇലക്ഷന് നമ്മുടെ ശക്തി തെളിയിക്കണം. പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചിഹ്നം ഞാനിപ്പോ ആലോചിച്ച് വെച്ചാൽ കോടാലിയാണ്. നടരാജൻ നിൽക്കുമ്പോൾ കോടാലി ആയിരിക്കും നല്ലത്. അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി നടരാജൻ, നമ്മുടെ ചിഹ്നം കോടാലി. വിളിക്കല്ലേ? ഒന്ന് വിളിച്ചേ. നമ്മുടെ ചിഹ്നം കോടാലി, നമ്മുടെ സ്ഥാനാർത്ഥി നടരാജൻ. അപ്പൊ അങ്ങനെ വിളിക്കണം. പ്രധാനമന്ത്രിക്ക് ആയി കഴിയുമ്പോൾ നമ്മളെയൊന്നും മറക്കല്ലേ. എന്നാ പിന്നെ നാളെ മുതൽ പ്രവർത്തനങ്ങൾ തുടങ്ങണം. വളരെ ഗംഭീരമായിട്ട് പൈസക്ക് വേണ്ട ഒന്നും നോക്കാമല്ലേ, പിടുത്തം കാണിക്കരുത്, ലാവിഷായിട്ട് ചെലവാക്കിക്കോളാം. ഓക്കെ അല്ലേ? എന്നാ പിന്നെ അങ്ങനെ വലിയ പോസ്റ്ററോ വലുത് കളറിലും ബ്ലാക്ക് ആൻഡ് വൈറ്റിലും ഒക്കെ ഇറക്കാം നമുക്ക്, കേട്ടാ. കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നോട്ടീസ് കൈ കൊടുക്കണം. കൊടുത്തിട്ട് രണ്ട് കൈയും വിട്ട് ഒരൊറ്റ വീഴ്ച അമ്മയുടെ കാലിലോട്ട് അനുഗ്രഹിക്കണം അമ്മ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അമ്മയുടെ ഓട്ടം നിനക്ക് കിട്ടിയിരിക്കും. അമ്മോ 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 പറഞ്ഞ ഓർമ്മ വരും. അമ്മ അമ്മ എനിക്ക് വോട്ട് ചെയ്യണം. എനിക്ക് വോട്ട് ചെയ്യണം. ഇനി നീ ഒന്നും കാണിക്കല്ല, നീ ജയിച്ച്. അപ്പൊ സ്ഥാനാർത്ഥിയാണ്, കാര്യങ്ങളൊക്കെ അതിലുണ്ട്. പിന്നെ കനകന്റെ അടുത്ത് അമ്മ ഒന്ന് പറഞ്ഞേക്കണം നടരാജനെ. ഞാൻ പറഞ്ഞാലും അവരവർക്ക് ഇഷ്ടമുള്ളവർക്കല്ലേ അവരൊരു വോട്ട്. അമ്മ മോനോട് പറയുമ്പോ അതൊക്കെ അനുസരിക്കും. ആൾക്കാരൊക്കെ ഉണ്ട്, ജയിക്കോ? അമ്മ അവ ജയിച്ചു നിൽക്കല്ലേ ഇപ്പൊ തന്നെ. ഒന്നുമില്ല, ഞാൻ അമ്മയുടെ അടുത്തൊന്ന് സംസാരിച്ചോട്ടെ. ഇനി ഒന്നും നോക്കല്ല, ആ ഓട്ടൊക്കെ നമുക്ക് ഉറപ്പിച്ച് അങ്ങോട്ട് നിന്ന് ഞാൻ അമ്മയുടെ ഒന്നുകൂടെ ഒന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കട്ടെ. ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് നമ്മുടെ ചിഹ്നം എന്ന് പറയുന്നത് കോടാലി അല്ല, ഇവിടെ ഏണി വരുന്നു. ഇത് പ്രിന്റിങ്ങിലെ മിസ്റ്റേക്കാണ്, അവനെ വിഷമിപ്പിക്കേണ്ട. അതിന് അറിഞ്ഞു. പിന്നെ നടരാജൻ എന്നുള്ള അവൻ്റെ ഓമന പേരാണ് വീട്ടിൽ വിളിക്കുന്നത്. അത് അവന് നമ്മൾ ലക്ഷ്മണൻ പിള്ള എന്നാണ് യഥാർത്ഥ പേര്. ലക്ഷ്മണൻ പിള്ള ഏണിയട അല്ല ഏണിയട. അവന് ഈ ലക്ഷ്മണൻ പിള്ള എന്നൊക്കെ പറയുമ്പോൾ അവന് നാണക്കേടാണ്. അതുകൊണ്ട് നമ്മൾ കുറച്ച് നോട്ടീസ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. പിന്നെ അവന് കോടാലി ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ മാറ്റി കഴിഞ്ഞാൽ അവനെങ്കിലും വിട്ട് ജീവിക്കാമല്ലോ. അല്ല അത് തന്നെ. അപ്പം അതുകൊണ്ട് ചിഹ്നവും കാര്യങ്ങളൊക്കെ ഓർമ്മ. നമ്മുടെ വോട്ടാണ് ചോദിക്കില്ലേ? എനിക്ക് വോട്ട് ചെയ്യണം. പിന്നെ കോടാലി അല്ല, ഏണിയിലല്ലേ നമ്മൾ ചെയ്യേണ്ടത്? ഏണിയും കോടാലിയും തമ്മിൽ ഭയങ്കര ബന്ധമാണല്ലോ. കോടാലിക്ക് ചെയ്യണ്ടല്ലോ. നടരാജ വെറുതെ ചുമ്മാ നിന്നെ കളിപ്പിക്കണതാണ്, ഒന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഉറപ്പിച്ചോട്ടെ. ലക്ഷ്മണൻ പിള്ളയും നടരാജനും ഒക്കെ ആയിട്ടാണല്ലോ വോട്ട് നമ്മളെ ചുമ്മാ നടരാജ. ഇതൊക്കെ നമുക്ക് ഉറപ്പിച്ചോട്ടെ, ഇതൊക്കെ നമ്മുടെ അക്കൗണ്ടിലുള്ള വോട്ട് തന്നെ.
നിങ്ങൾ എന്ത് പ്രാക്ക ക്ലീറ്റോയും മേടിച്ചു കൂട്ടണേ പാവത്തിന് എന്തിനാ ഇങ്ങനെ പറ്റിക്കണത് നിങ്ങൾ അതിനോട് കാര്യമെങ്കിലും തുറന്നു പറ. അതെ, പാവം മനുഷ്യൻ. ഇത് രാഷ്ട്രീയത്തിൽ വളർന്ന് വരണവർ ഇതൊക്കെ നേരിടണം. പണ്ട് ഞാൻ അമ്മ പറ്റിക്കുന്നതായി ക്ലീറ്റോ അമ്മേനോട് പറഞ്ഞില്ലേ ലക്ഷ്മണൻ പിള്ള എന്ന് പറഞ്ഞ്, അത് വേറെ പാർട്ടിക്കാരനല്ലാതെ അത് നടരാജനല്ല. ഇത് ചുമ്മാതൊന്നുമല്ല അമ്മ ചെയ്യണ്ട. ഒരു സമയത്ത് പണ്ട് ഞാൻ ഇതുപോലെ ഒരു നടരാജനായിരുന്നു പാർട്ടിയിൽ. അത് കഴിഞ്ഞ് കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ ക്ലീറ്റോ ആയത്. അതുപോലെ സമയം എടുത്ത് പഠിച്ചു വന്നാൽ മതി. ഞാനിപ്പോ ആർക്ക് കൊടുക്കണം വോട്ട്? എനിക്ക് വോട്ട് ചെയ്യണം ലക്ഷ്മണൻ പിള്ളക്ക് കേട്ടാ. ഇല്ല ഒന്നുമില്ല, ഒരു വട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യായിരുന്നു. നമ്മൾ ഒരു വട്ടല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, ബാക്കി എല്ലാം തീർക്കണം. പൈസ മേടിച്ചിട്ടുണ്ട് ഈ ലക്ഷ്മണൻ പിള്ളയുടെ അടുത്തുനിന്ന്. അമ്മ ആർക്കെങ്കിലും ചെയ്യും പോടുന്നു. ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. ഞാനിപ്പോ എന്തോ ചെയ്യാൻ എടി? അപ്പൊ നമ്മുടെ ഇവര് രണ്ടുപേരേ ഉള്ള അല്ല, ഒരു 10 പേര് ഇനി ജാഥയായിട്ട് വന്നിട്ട് പോകാൻ വേണം. അമ്മയ്ക്ക് മനസ്സിലായ? എനിക്ക് അതെ, അവനെ എനിക്കറിയാം. ഇതങ്ങോട്ട് പിടി കിട്ടുന്നില്ല. എവിടെയോ കണ്ട നല്ല ഓർമ്മയുണ്ട്. ഉണ്ടാ കനേന്റെ കൂടെയും ക്ലീറ്റസിന്റെ കൂടെയും പഠിച്ചതേ. മനസ്സിലായോ? നിന്റെ രൂപം മാറിയോ? മുടി പോയി ഭയങ്കര തടിച്ചു. മരിപ്പിന് വന്നതായിരിക്കും അല്ലേ? എന്തൊരു കഷ്ടമായി പോയി. തലേന്നും കൂടി കണ്ടതാ ക്ലീറ്റോ. ഭയങ്കരമായിപ്പോയി എല്ലാം പെട്ടെന്ന്. അല്ല ഇനിയിപ്പോ പിന്നെ എന്ന് പോണ കാര്യം തീരുമാനിച്ചില്ലമ്മ. പറ കേക്കട്ടെ. ഓ സുഖമായിരിക്കുന്നു, എല്ലാവരും സുഖമായിരിക്കും. പിന്നെ കന ആലപ്പുഴയ്ക്ക് ട്രാൻസ്ഫർ ആയി. അവൻ ആലപ്പുഴ, ഞാൻ അവിടെ ആയിരുന്നു. വന്നിട്ട് 2 ദിവസം ആണോ? എങ്ങനെയുണ്ട് അവിടെ? നല്ല സ്ഥലം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ശരി ശരി. ഞാനിപ്പോ വന്നതേ നമ്മളെ ക്ലീറ്റ് അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. എനിക്ക് അവനെ ഒന്ന് കാണണം. ക്ലീറ്റസ് അവിടെ ഇല്ലേ? അവിടെ ഉണ്ട്. പോവാന്നോ? അമ്മ ഞാൻ ഒന്ന് പോയി കണ്ടിട്ട് പോയിട്ട് വാ. നീ ഇവിടെ വന്നോ, ഞാൻ പോരാ. എന്റെ ദൈവമേ, ഭയങ്കര അത്ഭുതമായി പോയിട്ടോ എനിക്ക്. ആണോ? ഇതെങ്ങനെയാ മുടിയൊക്കെ പോയത്? എന്ത് മുടിയായിരുന്നു, കണ്ടിട്ട് മനസ്സിലായില്ല. മുടിയൊക്കെ എത്ര വർഷമായി പോയിട്ട്. ചേട്ടൻ എവിടെയായിരുന്നു? ഞാൻ ദുബായിൽ ബിസിനസ് ആയിരുന്നല്ലേ. അത് ശരി. പിന്നെ വണ്ണം വെച്ച് നിറം വെച്ച് സുന്ദരനായിട്ടാ. കുട്ടികളൊക്കെ? കുട്ടി 2 പേര്. അത് ശരി, സുഖമായിട്ടിരിക്കുന്നു. അവിടെ ക്ലീറ്റസ് കുളിക്ക് വായ്പ വരും. ആണോ? പിന്നെ നിനക്ക് എത്ര കുട്ടികള്? എനിക്കൊരു മോള്. തക്കളിന്ന് വിളിക്കും, 6ൽ പഠിക്കണം. മനസ്സിലായോ? പിന്നെ മനസ്സിലാവാ, നമ്മൾ ഒരുമിച്ച് പഠിച്ചല്ലേ എത്ര വർഷം. എനിക്ക് മനസ്സിലായി. പിന്നെ ക്ലീറ്റസ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നീ എന്നാ? ഞാൻ അമ്മാവന്റെ മരണത്തിന് വന്നല്ലേ. ഞാൻ അവിടെ വെച്ചിട്ട് നിന്നെ കണ്ടില്ലല്ലോ. ഞാൻ കണ്ടല്ല, നീ റീത്തൊക്കെ കൊണ്ടുപോയിക്കണേ ഞാൻ കണ്ടല്ല. നീ എന്നെ കണ്ടല്ലേ? പിന്നെ നിന്നെ പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവൂല. മുടിയൊക്കെ പോയോണ്ട്. മുടിയൊക്കെ പോയി ആകെ ഒരുമാതിരി കോമാളി പോലെ ഇരിപ്പുണ്ട്. പിന്നെ പോകലിട്ടോ, വണ്ണം വെച്ച് നല്ല മിടുക്കനായി. വണ്ണം വെച്ച ഒരുമാതിരി ചക്കപ്പോത്ത് പോലെ ആയി. പണ്ട വരുന്ന നമ്മൾ അന്നൊന്നും ഇങ്ങനെ ഉണ്ടല്ല. എന്ന് പോണം? ഞാനിപ്പോ പോണല്ലേ. നന്നായി. നാട്ടിൽ നിൽക്കണ സുഖം ഏത് നാട്ടിൽ പോയാലും കിട്ടൂല. ഇവിടെ വല്ല ബിസിനസ് ഒക്കെ ആയിട്ട് കൂടാലോ. അല്ലാതെ എത്ര വർഷമായിട്ട്. കൊള്ളാം, ബിസിനസ് ചെയ്യാൻ പറ്റിയ നാട് തന്നെയാണിത്. എൻ്റെ പൊന്നളിയാ, നിന്റെ അടുത്ത് ഇച്ചിരി സ്നേഹമുള്ളതുകൊണ്ട് പറയണ്, എത്രയും പെട്ടെന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോകും. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഇവിടെ ബിസിനസ് ചെയ്തവരെ കണ്ട കൂട്ടാൻ പോവുകയാണ്. GST മറ്റത് മറിച്ചത്. പിന്നെ പിന്നെന്താ ചേട്ടൻ അവിടെയും ബിസിനസ് തന്നെ ചെയ്തത്? അതൊക്കെ പുള്ളിക്കാരി. എടി അത് വേറെ രാജ്യം, വേറെ നിയമങ്ങൾ. ഇവിടെ അതൊന്നും അല്ല. ഞാൻ ബിസിനസ് ഒന്നും ചെയ്യാൻ പോണില്ല. പിന്നെ ഞാൻ അമ്മാവൻ മരിച്ച ഇതില്ലേ, ആ ഇലക്ഷൻ നിൽക്കാൻ വേണ്ടി പോവാണ്. പാർട്ടിക്കാരും വീട്ടുകാരും കൂടെ നിർബന്ധിച്ച് എന്റെ അടുത്ത് തന്നെ നിൽക്കണമെന്ന്. അല്ല ഈ അയ്യോ, അത് കൊള്ളാലോ. എന്ത് കൊള്ളാന്ന്? കുടുംബക്കാർക്ക് നിന്റെ അടുത്ത് വല്ല വിരോധമുണ്ടോ? എന്തിന്? നിന്നെ ഈ ഇലക്ഷൻ നടത്തണത് നീ എന്ത് കണ്ടിട്ടാണ് ഈ മത്സരിക്കാൻ പോണത്? എന്റെ പൊന്നെ, പഴയ രീതിയൊന്നുമല്ല. ഈ പാർട്ടിയൊക്കെ ഉണ്ടല്ലോ, പണ്ടത്തെ നമ്മുടെ രാഷ്ട്രീയമേ അല്ല. ഞാനൊക്കെ കളഞ്ഞിട്ട് പോകാൻ വയ്യാത്തോണ്ട് തൂങ്ങി പിടിച്ച് നിൽക്കണം. അതല്ല എനിക്കറിയാം. ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ഉപദേശം കൊടുത്താൽ മതി. അല്ല ഇവൻ ഏത് പാർട്ടിക്കാണ് മത്സരിക്കണത്? ഏത് പാർട്ടിയാണെങ്കിലും കൂട്ടുകാരനല്ലേ? പോടി. ഞാനിപ്പോ എന്റെ പാർട്ടിയിലാണെങ്കിൽ എനിക്ക് അവനെ സഹായിക്കാം. വേറെ പാർട്ടി നിൽക്കണ. ഞാനിപ്പോ വന്ന കാര്യം പറയട്ടെ. ഞാനിപ്പോ വന്നത് നിന്റെ ഒരു സഹായം എനിക്ക് ആവശ്യമുണ്ട്. എന്ത് സഹായം വേണമെങ്കിലും ക്ലീറ്റോ ചെയ്ത് അതെനിക്കറിയാം, അത് അറിഞ്ഞോണ്ടല്ലേ വന്നത്. അങ്ങനെ എന്തും ചെയ്യാനൊന്നുമില്ല. എനിക്ക് സഹായിക്കാൻ പറ്റണതാണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുവളിയാ. എന്താണ് തുള്ളണത്? ഉണ്ടാക്കി അവിടെ. അതെ, നീ നമ്മളെ എതിർ പാർട്ടിക്ക്, അതായത് നിന്റെ എതിർ പാർട്ടിക്ക് വോട്ട് മറിച്ച് വിൽക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു.
മൊത്തത്തിൽ പൈസ വാങ്ങിച്ചിട്ട്. അപ്പം അതിൽ കുറച്ച് വോട്ട് എനിക്കൂടെ തന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. നീ എൻ്റെ സുഹൃത്ത് എന്നുള്ള ആ ഒരു രീതിയിൽ ആ ഒരു നിലയ്ക്ക് ഞാൻ ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. പക്ഷെ ഇനി ഈ ഒരു സംസാരം ഇവിടെ പാടില്ല. നീ ആഴത്തിൽ സംസാരിക്കണം അറിയാമോ? എടാ ഞാനേ ഒരു കറതീർന്ന രാഷ്ട്രീയക്കാരനാണ്. നീ എന്നെ പൈസ ഒന്ന് സ്വാധീനിക്കാൻ നോക്കണടാ. ചുമ്മാടി എന്തേ എന്തും ആവശ്യമുണ്ടാവും. ഞാനൊരു കാര്യം പറയാം. ഇനി എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല. ക്ലീറ്റോ ഈ വിഷയം ഇവിടെ വിട്ട് ഇത് പറയാനാണ് എന്റെ വീട്ടിൽ വന്നത്. ഞാൻ നിന്നെ അകത്തിരുത്തൂല. ഞാൻ പറയുന്ന അയാൾ നീ ഞാനിവിടെ വന്നതേ എന്റെ ഒരു പഴയ സുഹൃത്തിനെ കാണാൻ ഒരു സഹായം അഭ്യർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടാ. ഇത് കാണിക്കാനല്ല. അതെ അതെ, നീ സുഹൃത്ത് സംഭവം ശരിയാണ്. ആ ഒരു മര്യാദയുടെ പുറത്താണ് ഇത്രയും നേരം ആ മര്യാദ ഞാൻ തന്നത്. ഇനി ഇത് വേണ്ട. നീ ഇപ്പം വന്നേക്കണ പാർട്ടിക്കാരനായിട്ടാണ്. നിന്റെ അമ്മാവനോട് എനിക്ക് ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മാവൻ നിന്ന പാർട്ടിയോട് എനിക്ക് പണ്ടേ താല്പര്യമില്ല. ഇനി നിന്നെ ഞാൻ എന്ത് വിലയോടൊന്നും തോപ്പിക്കൂടാ. നീ ഇത്രയും നേരം ഇത് പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല. വലിയ അങ്ങനെ നിൽക്കുന്ന ഇലക്ഷൻ നിൽക്കുന്ന ഒരു ആഗ്രഹം വലിയ ഇതുണ്ടായിരുന്നില്ല. എല്ലാ വീട്ടുകാരും നാട്ടുകാരും പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ നിന്നതാണ്. പക്ഷെ ഇനി നീ ഇപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് ഞാൻ ഇലക്ഷനിൽ നിൽക്കുകയും ചെയ്യും, ഞാൻ ജയിക്കുകയും ചെയ്യും. ഞാൻ കാണിച്ചു തരാം. നീ വിവരം അറിയണം. ഈ ഇലക്ഷനിൽ നിന്ന് നോക്കടാ. ഞാൻ ജയിച്ച് കാണിച്ചു തരാം. 8 നില ഞാൻ പൊട്ടിക്കൂടാ. ഞാൻ ജയിച്ച് കാണിച്ചു തരാം. നീ ജയിച്ച് കാണിക്കണ. നിന്നെ തോപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. അവള് ഒന്ന് സൽക്കരിക്കാൻ നടക്കണം. ആരുടെ അവൻ നിന്റെ അല്ലേ? അവൻ എന്താണ് എന്നെ പറ്റി വിചാരിച്ചേക്കണേ? അവനെ ഞമ്മടെ അമ്പിളിച്ചേട്ടനാ. എനിക്കവ ആരുമല്ല. പണ്ടെങ്ങാണ്ട് എന്നോട് പള്ളിക്കൂടത്തിൽ പഠിച്ചെന്ന് പറഞ്ഞ് അവനങ്ങനെ എത്ര നാളുകൂടി കാണുന്നത് എന്ത് മര്യാദ ഇല്ലാതെ അയാളോട് പെരുമാറി. ഈ ഒരു കാര്യം ചെയ്യും. അവനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ സ്വീകരിച്ച് അകത്ത് വിട്ടോണ്ട് എനിക്ക് ക്ലീറ്റോനെ പോലെ വന്ന വഴി മറക്കാനൊന്നും പറ്റില്ല. അവൻ നിന്നെ തലേ ചുമന്നോണ്ട് നടന്നോ? തലേ ചുമന്നിട്ട് നടക്കണ മാത്രമല്ല സ്നേഹം. പരീക്ഷ ഹോളിൽ വെച്ചിട്ട് എന്റെ പെൻസിൽ കളഞ്ഞു പോയപ്പോഴത്തേനും ആ ചേട്ടൻ എനിക്ക് പെൻസിൽ ഒന്ന് സഹായിച്ചത്. ഒരു പെൻസിൽ വാങ്ങിച്ചു കൊടുത്താൽ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. ഇനി അതിന്റെ പേരും പറഞ്ഞ് അവൻ ഈ പടി ചവിട്ടിയാലുണ്ടല്ലോ അവന്റെ കാലിനെ ഞാൻ അടിച്ചു പിടിക്കും. പൊട്ടം കടിച്ചോ നിങ്ങളെ? എന്നെ കടിച്ചടി, എന്നെ കടിച്ചു പൊട്ടൻ. അതെ, ഇപ്പൊ എനിക്ക് വാശി ഒന്നുകൂടെ കൂടിയിട്ടുണ്ട്. ഇനി എന്ത് വില കൊടുത്തും ഈ അലവലാതെ ഞാൻ തോപ്പിച്ചിരിക്കും. നീ നോക്കി Versus Alien.